പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി 8 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ബിഗ് ബ്രേക്കിംഗ്. പി ആർ സുനിൽ, പ്രധാനമന്ത്രിക്ക് നമ്മുടെ രാജ്യത്തോട് ഓപ്പറേഷൻ സിന്ദൂർ പൂർത്തിയാകുന്ന വേളയിൽ പറയാനുള്ളത് എന്താണ് എന്നത് കേൾക്കാനാണ് രാജ്യം കാത്തിരിക്കുന്നത്. 8 മണിക്കല്ലേ അഭിസംബോധന? സുജിയ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. വൈകിട്ട് 8 മണിക്ക്, രാത്രി 8 മണിക്കാണ് പ്രധാനമന്ത്രിയുടെ അഭിസംബോധന നടക്കാൻ പോകുന്നത്. ഏതായാലും ഈ ഓപ്പറേഷൻ സിന്ദൂറിന് എല്ലാ നേതൃത്വവും വഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന സുരക്ഷാ സമിതി ചർച്ചകൾ തന്നെയായിരുന്നു. നമുക്കറിയാം, പെഹൽഗാം ആക്രമണ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലായിരുന്നു. ഈ ഒരു ആക്രമണം നടന്ന വിവരം അറിഞ്ഞ ഉടൻ തന്നെ സൗദി യാത്ര വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി രാജ്യത്തേക്ക് തിരിച്ചെത്തുകയായിരുന്നു. പിന്നീട് ഉടൻ സുരക്ഷാ സമിതി യോഗവും കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേർന്ന് സൈന്യത്തിന് എല്ലാ പിന്തുണയും നൽകുകയും എല്ലാ സ്വാതന്ത്ര്യവും നൽകുകയായിരുന്നു. കൃത്യമായി ഈ പെഹൽഗാം ആക്രമണം നടന്നതിന്റെ 14-ാം ദിവസം പാകിസ്ഥാനിലെ 9 ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ വലിയ ആക്രമണം നടത്തി 100-ലധികം ഭീകരരെ വധിക്കുകയും ചെയ്തു. അതിനെതിരെ പാകിസ്ഥാൻ വലിയ പ്രകോപനമുയർത്തി, അതിന് ശക്തമായ തിരിച്ചടി നൽകി. ആ തിരിച്ചടി സംബന്ധിച്ചുള്ള സേനകളുടെ വാർത്താ സമ്മേളനങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടത്. ഏറ്റവും ഒടുവിലത്തെ വാർത്താ സമ്മേളനം ഇന്ന് നടന്നു. ഏതായാലും ഇന്ന് വളരെ നിർണായകമായ യോഗങ്ങൾ ദില്ലിയിൽ നടന്നിരുന്നു. അതിനുശേഷം ഇന്ന് രാത്രി 8 മണിക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായി പ്രധാനമന്ത്രി രാജ്യത്തോട് സംസാരിക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് പ്രധാനമന്ത്രി പറയാൻ പോകുന്നത്? പ്രധാനമന്ത്രി സർവകക്ഷി യോഗത്തിൽ പോലും പ്രതിരോധ മന്ത്രിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും അതുപോലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയുമാണ് സർവകക്ഷി യോഗത്തിൽ പോലും അഭിസംബോധനയ്ക്ക് നിയോഗിച്ചത്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യത്ത് എല്ലാ വിഭാഗങ്ങളിലുമുള്ള ആളുകൾക്ക് സാധാരണ നിലയിലേക്ക് പോകുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയതിനു ശേഷമാണ് ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത്. എന്തായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നത് സൈന്യം വിശദീകരിച്ചതിന് ഒപ്പം തന്നെ ഒരു രാഷ്ട്രീയ വിശദീകരണം കൂടി പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാം, അല്ലേ സുനിൽ? തീർച്ചയായും സുജിയ, ഒരു രാഷ്ട്രീയ വിശദീകരണം കൂടി പ്രധാനമന്ത്രി നൽകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂർ വലിയ വിജയമാണ് എന്ന് രാജ്യത്തോട് പറയാൻ കൂടിയായിരിക്കും പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല, ഇന്നിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടന്ന ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള യുദ്ധസമാനമായ സാഹചര്യത്തിന് ശേഷം ഇപ്പോൾ വെടിനിർത്തൽ ധാരണയായിരിക്കുന്നു. അപ്പോൾ വെടിനിർത്തൽ ധാരണയായതിനു ശേഷം അതിർത്തിയിലെ സാഹചര്യങ്ങൾ സാധാരണ നിലയിലേക്ക് വന്ന ശേഷം ആണ് ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ യുദ്ധസമാനമായ സാഹചര്യമായിരുന്നു. പ്രധാനമന്ത്രി, നമുക്കറിയാം, ഒരുപാട് വിദേശ യാത്രകൾ ഉണ്ടായിരുന്നു. ആ വിദേശ യാത്രകളൊക്കെ തന്നെ റദ്ദാക്കിക്കൊണ്ട് അദ്ദേഹം ഇവിടെ തങ്ങുകയായിരുന്നു. ഇവിടുത്തെ പല യോഗങ്ങൾക്കും നേതൃത്വം നൽകുകയായിരുന്നു. ഏതാണ്ട് എല്ലാ ദിവസവും നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിരവധി ഘട്ട ചർച്ചകളൊക്കെ തന്നെ നടന്നിരുന്നു. ഏതാണ്ട് എല്ലാ ദിവസവും ദേശീയ സുരക്ഷാ ദേശീയ അജിത് ദോവൽ ഉൾപ്പെടെയുള്ള നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. സംയുക്ത സേനാ മേധാവി പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. 3 സേനകളുടെയും തലവന്മാരെ ഏതാണ്ട് എല്ലാ ദിവസവും പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് വിളിച്ച് ചർച്ച നടത്തിയിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. അങ്ങനെ വളരെ നിർണായകമായ ചർച്ചകളുടെ ദിവസങ്ങളായിരുന്നു ഓരോ പാക് പ്രകോപനത്തിന് മറുപടി നൽകുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായുള്ള ആദ്യഘട്ടം അവസാനിക്കുമ്പോഴാണ് ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും പാകിസ്ഥാനുമായുള്ള ഈ ഒരു സംഘർഷം അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ വെടിനിർത്തൽ ധാരണ വന്നിരിക്കുന്നു. താൽക്കാലികമായെങ്കിലും ഇന്ത്യൻ സേന വളരെ ശക്തമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സജ്ജമായി നിൽക്കുന്നു. പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകുകയും ചെയ്തു. പാക് പ്രകോപനത്തിന് അതിർത്തിയിലെ സാഹചര്യങ്ങൾ ശാന്തമായി വരുന്നു. അപ്പോൾ ഇതേക്കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായി രാജ്യത്തോട് സംസാരിക്കാനായിരിക്കും രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി ശ്രമിക്കുക. ഏതായാലും നേരത്തെ സുജിയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി എത്താത്തത് പ്രതിപക്ഷം വലിയ വിമർശനമായി തന്നെ ഉന്നയിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിക്കണം എന്ന് അതിനുശേഷം പിന്നീട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. കോൺഗ്രസ് ഒരു പാർലമെന്റ് സമ്മേളനം വിളിക്കണം എന്നൊക്കെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത്. ഏതായാലും അത്തരം വിഷയങ്ങളിലേക്ക് പ്രധാനമന്ത്രി ഈ ഒരു അഭിസംബോധനയിൽ കടക്കുമോ എന്ന കാര്യം അറിയില്ല. അതേസമയം ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്തിനു വേണ്ടി നടത്തി, ആ ഓപ്പറേഷൻ സിന്ദൂർ എത്രത്തോളം വിജയകരമായി, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയ സന്ദേശം എന്താണ്, ഇക്കാര്യങ്ങളൊക്കെ തന്നെ രാജ്യത്തെ ജനങ്ങളോട് പറയാൻ വേണ്ടി കൂടിയായിരിക്കും മോദി ഇന്ന് രാത്രി 8 മണിക്ക് അഭിസംബോധന ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും വളരെ നിർണായകമായിരിക്കും മോദിയുടെ